ഞങ്ങൾ ഔത്തുക ഒരു ഗസ്റ്റ് ബണ്ട് കണ്ട് വിചാരിക്കാം, ഒരു അതിഥി ഞങ്ങൾ ഔത്തുക ബണ്ട് കണ്ട് വിചാരിക്കാം. അപ്പൊ ഒരു അതിഥി ഞങ്ങൾ ഔത്തുക വരുമ്പോ ഞങ്ങ ഏതെല്ലാം പ്രിപ്പയർ ആക്കട, എന്തെല്ലാം തയ്യാറെടുപ്പാക്കട എന്തിട്ട് കേട്ടെങ്കിൽ ആ ബണ്ടെ അതിഥിരെ വന്നിട്ട് പോണ്ട തോലും ഒന്ന് കുസിപ്പെടുത്തണോ ചൊല്ലതായിട്ടിക്കട് ആ അതിഥിരെ സ്വീകരിക്കുക കാത്തോണ്ടില്ല ഔത്തിറങ്ങ നിരിക്കരുത്. അപ്പൊ ആ അതിഥി വന്നിട്ട് ചന്തത്തിൽ ആ അതിഥിരെ കടത്തുമ്പോ ആ ഔത്തിറങ്ങുള്ളൊരു കുസി, അത് ചെറിയ കുസി എന്തുവല്ല, വലിയ കുസി. റമളാന് ചൊല്ലുടെ അതിഥി ഞങ്ങളെ ഭാഗത്തേക്ക് വന്നോണ്ടുള്ളേ ഞങ്ങളെ നല്ലത് കേട്ട് ചൊല്ലുക. കാരണം എന്തേ? ഒന്നു, റമളാന് വരുമ്പമേ സ്വർഗത്തെ ബായിലെല്ലാം ഓപ്പൺ ആവടും, നരകത്തെ ബായിലെങ്ങ എല്ലാം ബന്ധാവടും. വലിയ വലിയ ശൈത്താന്മാരെ അല്ലാഹു തആല ചങ്ങല കൊണ്ടിട്ട് കെട്ടിയിടുക. അപ്പൊ വലിയ വലിയ ശൈത്താന്മാരെ ഉപദ്രവം ഇക്കില്ല. വേറൊരു അർത്ഥത്തിൽ ചൊല്ലുണ്ടായെങ്കിൽ നല്ല ഇബാദത്തെടുക്കുള്ള ഒരു മനസ്ഥിതി, ഒരു സന്ദർഭ, ഒരു സിറ്റുവേഷൻ അല്ലാഹു തആല മനുഷ്യക്ക് നിർമ്മാണം ആക്കി കൊടുക്കട. ബാക്കിയുള്ള ടൈം എടുക്കാണ്ടി യാറാ. എന്റെ കാരണം അത്തരം വലിയ മഹത്വമുള്ള തിങ്ങലായിട്ടിക്കട ആ തിങ്ങൽ. അതുകൊണ്ടിട്ടേ ആ തിങ്ങലിലെ ഞങ്ങൾ സ്വീകരിക്കുമ്പോ ആ റമളാൻ കൊണ്ട് ഞങ്ങൾക്കുള്ള നേട്ട എന്തിനുണ്ട് കേട്ടെങ്കിൽ ചെമ്മ ഇബാദത്തെടുത്തിട്ട് അള്ളാഹുടെ സാമീപ്യ കരകത്താക്ക. ഒന്ന്. രണ്ട്, ഞങ്ങളുടെ ലൈഫിൽ വന്നുപോയ എത്രമാ തപ്പുങ്ങളുണ്ട്, കയ്യും കണക്കുമില്ലാത്ത തപ്പ്. ഞങ്ങാറും മലക്കുങ്ങല്ല, ഞങ്ങാറും അമ്പിയാക്കന്മാരല്ല, ഞങ്ങാറും മുർസലീങ്ങല്ല, ഞങ്ങ മനുഷ്യന്മാർ. അത് നാണായെങ്കും നിങ്ങായെങ്കും ഞങ്ങെല്ലാരും മനുഷ്യന്മാർ, ഞങ്ങാറും നബി മക്കല്ല, മുർസലീങ്ങല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തെ ചമ്മിമ തപ്പുക വന്നിട്ട് ആ തപ്പല്ലോ അള്ളാഹുടെ എതിർന്നു ചെന്നിട്ടു തൗബ ആക്കിയിട്ട് അള്ളാഹുടെ മഗ്ഫിറത്ത് കിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ ആക്കണം. കാളിമീനൽ ഗൈദ്, അർശാദ്, കോപ, അതിനെ നിയന്ത്രണ ആക്കിടങ്ങ. അർശവറാത്തങ്ങാറും ഇല്ല ഈ സദസ്സിൽ. അർശവറാത്തങ്ങാറ് എന്താക്കിയൊക്കെ അർശയില്ല ഒന്ന് കൈ തുറന്നോക്കാം, ഒന്ന് ടെസ്റ്റ് ആക്കുക, ബണ്ടല്ലേ നോക്കണം. ഞാനൊന്ന് അർശവറാട്ടെടുക്ക ഇല്ല, ആർക്കും ഒയ്ത്തൊക്കെ ധൈര്യമില്ല. എന്തേ കാരണം കേട്ടെങ്കില് എന്തെങ്കിലും ഒന്ന് അർശമുണ്ട്. സ്റ്റേജിലിക്കുമ്പോ അർശ വരാലെ, സദസ്സിലിക്കുമ്പോ അർശ വരാലെ, ഔത്തിലിക്കുമ്പോ പെഞ്ഞിടട്ട് അർശമുണ്ട്. പുറത്തുള്ള എല്ലാ അർസം പോയിട്ട് തീർക്കട പാവ ആ പെണ്ണിടയിൽ. എന്തേ കാരണം ഏത് അർസം നോക്കി നടക്കൂ, എല്ലാ സബറെടുക്കൂ അല്ലാഹു തആല തൗഫീഖ് കൊടുത്തൊരു പെണ്ണ് പെഞ്ഞയും മാറി. അതുകൊണ്ട് പാർട്ട്ണറൊട്ടുള്ള അർസ ഉണ്ടെങ്കിലും, പള്ളിയുടെ ഉസ്താദിനൊട്ട് അർസ ഉണ്ടെങ്കിലും, റായത്തെ വിനോദത്തിനൊട്ട് അർസ ഉണ്ടെങ്കിലും, നിരക്കണ്ട അർസ എല്ലാം. കാരണം ഇങ്ങളൊട്ട് അർസ തീർക്കാവില്ലല്ലേ, തീർച്ചയായും അത്ര കാണ്ടി ആറ് അർസ ഇപ്പറ കിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പറ റിയാക്ഷൻ കിട്ടാത്തത് ആറ്? പെഞ്ഞയും മാത്രം. അതുകൊണ്ട് എല്ലാ അർസ പോയിട്ട് പെഞ്ഞിട്ട് തീർക്കേണ്ടതുണ്ട്. അർസ വരാത്താങ്ങാറുമില്ല. പക്ഷെ അർസ ബണ്ടതുക്ക് പറഞ്ഞു, പക്ഷെ അർസത്തെ നിയന്ത്രിക്കണോ. അതാ മുത്തഖീങ്ങ വൽ കാളിമീനൽ ഗൈൽ. അർസ കാട്ടത്തില്ല. അതുകൊണ്ടിട്ടു നിണ്ടിട്ടിക്കുമ്പോ അർസ വന്നെങ്കിൽ ഇസ്ലാം ചെന്ന് ദയിക്കണുണ്ട്. ദച്ചെങ്കിൽ അർസ കരടിയാവും. നിണ്ടിട്ടിക്കുമ്പോ അല്ലേ തെളി ആറ് ഇതുകൊണ്ട്. അപ്പൊ നിണ്ടിട്ടിക്കുമ്പോ ഒന്ന് ചേഞ്ച് ആവണു, ദയിക്കണോ ഇസ്ലാം. ഇനി ദച്ചിട്ടും അർസ പോണില്ലേ, ഒന്ന് കിടക്കണു. എന്തേ കാരണം അർസ ഒന്ന് പോയി കിട്ടണു. വൽ കാളിമീനൽ ഗൈൽ, മുത്തഖീങ്ങളെ ലക്ഷണാത്. അങ്ങനെ അർസത്തെ അങ്ങ് നിയന്ത്രിക്കടാറ്. വൽ ആഫീന അനിന്നാസ്, അതേ ആൽമാർഗം മാപ്പ് കൊടുക്കിടങ്ങാവണു. ആക്കിടതെല്ലാം ആക്കിടോ. പിന്നെ നോക്കുമ്പോ വാട്സപ്പിടെ സ്റ്റേറ്റസിൽ ക്ഷമയാച്ചനാക്കിട്ട് എന്ത് കാര്യ? ಬರಾತ್ರ ಜಾವು ಮುಂಜಾಂಡು ಬಂತು ಎಲ್ಲ ಗ್ರೂಪಲ್ಲೂ ಮೆಸೇಜ್ ನನ್ನಿಂದ ಏನಾದರೂ ತಪ್ಪು ಬಂದಿದ್ದಲ್ಲಿ ಕ್ಷಮಿಸಿ, ಪರಲೋಕಕ್ಕೆ ನಾಳೆ ಆಖಿರತ್ತಿಗೆ എടുത്ത് വെക്കണ്ട ಇಂಡೆ ಕ್ಷಮಿಸಿ. ആ കടതെല്ലാം ആക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് കൊണ്ട് എന്ത് കാര്യ?
പൽക്കവരി പോയിട്ട് കോല് വിളിച്ച് പൽക്കവരി മാപ്പ് കേക്ക്. ആരെ കൽബ് നൊമ്പലാക്കിയരേ മാപ്പ് കേക്ക്. നിസ്കരിച്ചത് കൊണ്ടായില്ല, നോമ്പ് നോക്കിയത് കൊണ്ടായില്ല, വാല് ചൊന്നത് കൊണ്ടായില്ല, വാല് കേട്ടത് കൊണ്ടായില്ല, വാല് സംഘടിപ്പിച്ചത് കൊണ്ടായില്ല, മനസ്സ് നൊമ്പലാക്കിറാറാ പോയിട്ട് മാപ്പ് കേക്കൊറു ബാപ്പാ. റമളാന് ബറക് പോയോണ്ടുണ്ട്, തറാവീഹ് റെഡി ആയോണ്ടുള്ളാറല്ലേ, നോമ്പ് നോക്കുക റെഡി ആയോണ്ടുള്ളാറല്ലേ, നോമ്പ് തുറപ്പാട്ടുക റെഡി ആയോണ്ടുള്ളാറല്ലേ, ഖുർആൻ ഓതുക റെഡി ആയോണ്ടുള്ളാറല്ലേ, വൽ അഫീന അനിന്നാസ്. മനുഷ്യന്മാരട്ടെ പോയിട്ട് മാപ്പ് കേക്കട സ്വഭാവം ഒന്നും ഔണായിട്ട് ഇവിടെ മുത്തഖി ഔണി പറവട്ടെ നാ പോണില്ലേ മുത്തഖി അല്ല. എത്ര ഉദ്ധത്തെ താടി നീങ്ങുമില്ലല്ലേ മുത്തഖി ആവില്ല. മുത്തഖി ആവണെങ്കിൽ പോലെ ആഫീന അനിന്നാസ്, മനുഷ്യന്മാരട്ടെ മാപ്പ് കേൾക്കണം. ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യന്മാരട്ടെ പോയിട്ട് മാപ്പ് കേൾക്കണം. അത് മുത്തഖീങ്ങളുടെ ലക്ഷണ, മുത്തഖീങ്ങളുടെ അടയാള. അല്ലാഹു തആല നമുക്ക് അതൊക്കെ തൗഫീഖ് തരട്ടെ. അപ്പുറം പോയിട്ട് മാപ്പ് കേൾക്കണം. ഇതിങ്ങനെ വാട്സപ്പിൽ ಸ್ಟೇಟಸ್ ನನ್ನಿಂದ ಏನಾದರೂ ಬಂದಿದ್ದಲ್ಲಿ ಕ್ಷಮಿಸಿ ಉಂಟು. ಅದು ಆರು ನೋಕಿಡಾರು നോക്കി ಹೆಂಗಾಯ್ತು നോക്കില്ലെങ്കാಯ್ತು. അതുകൊണ്ട് മാത്രം ഒരു സമാധാനം വേണ്ട. നാം മാപ്പ് കേട്ടാൽ സമാധാന, അത് ആർക്കും വേണ്ട. അങ്ങനെ എന്തെങ്കിലും പോയിട്ട് കേൾക്കണമോ? അല്ലെങ്കിൽ മൊബൈലില്ലേ ഒന്ന് കോലാക്കാൻ അവൻ കട്ടാക്കിയാണ്, അവനൊരു കോൾ എടുത്തില്ലേ, അവന് കട്ടാക്കിയാനാ, നിങ്ങളെ കോൾ ബ്ലാക്ക് ലിസ്റ്റിൽ വെച്ചാണ്, അത് അവനും അവന്റെ റബ്ബും നോക്കിയോളൂ. ನಾನು ನಂಡೆ ತೆರು ನಾನು ಹಾಕೋಣ ಮಾಪ ಕೇಕಡದು ನಾ ಕೇಕ ಅದಕ್ಕುള്ള ತೆರು ನಾ ಬಿಡಿಕೋಣ മാപ്പ് കേൾക്കണം. അതുകൊണ്ടല്ലേ പെഞ്ഞൈ മാറിക്കുവാറ് ഉമ്മമാരെ റമളാൻ മറു പോയിട്ടുണ്ടു മാപ്പിളമാരുടെ മാപ്പ് കേൾക്കറു. ആറ് മാപ്പ് കേൾക്കണ ഞങ്ങൾ അങ്ങ തമ്മിൽ ആര് മാപ്പിള പെഞ്ഞൈമാർ അല്ലേ? കാരണം എന്താ അവത്തുൾക്ക് എന്തെല്ലാം ആയിട്ടിക്കൂ. അപ്പൊ അതുകൊണ്ട് മാപ്പിള റമളാൻ മറു പോയിട്ടുണ്ട്, മാപ്പിളമാരുടെ മാപ്പ് കേൾക്കറു പെഞ്ഞൈമാർ. നിങ്ങൾ ചിരിക്കിടൊന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് അപ്പുറം മാപ്പ് കേൾക്കണം. എന്തേ? കാരണം പെഞ്ഞയുടെ പൊറത്തെ മാപ്പിളകും വേണം, മാപ്പിളയുടെ പൊറത്തെ മാത്രമല്ല പെഞ്ഞയ്ക്ക് വേണായ, പെഞ്ഞയുടെ പൊറത്തെ മാപ്പിളകും വേണം. അപ്പൊ മാപ്പിള പോയിട്ട് പെഞ്ഞയുടെ അപ്പുറം മാപ്പ് കേൾക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിന്നിസാഇ അഹ്ലിൽ ജന്ന. ഹംഗ്ലൂർ ഈ കുന്താപുര ഡിവിഷൻ SSF പ്രോഗ്രാമിൽ വെച്ചിട്ട് നന്റെ പൽക്ക കേട്ടോണ്ടുള്ള നന്റെ ഉമ്മമാരില്ലേ, നന്റെ പെങ്ങന്മാരില്ലേ, നന്റെ സിസ്റ്റേഴ്സുമാരില്ലേ, ചൊല്ലട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അലാ ഉഖ്ബിറുക്കും ബിനിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തെ പെണ്ണുങ്ങളെ ಬಗ್ಗೆ ನಾನು ನಿಮಗೆ ചൊന്തറട്ട. സ്വർഗത്തെ പെണ്ണ് ആറിട്ട് നാ ഒന്ന് ചൊന്തറട്ട. സ്വഹാബത്തു ചൊന്തു ബലാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെ പെണ്ണിങ്ങ ആറുണ്ടൊന്ന് ചൊന്നു തരൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, അതെ ഇൻ അസാഅത് ഇലൈഹി, ആ പെഞ്ഞയെ മാപ്പലടട്ട ഒരു തപ്പാക്കിട്ടിന്നെങ്കിൽ അവളതാ മാപ്പലട മുട്ട പറണു. മാപ്പല ഇപ്പറ പണ്ടാണ്ട് കാത്തതേക്കു തീറാ, അവളു സ്വർഗത്തുക പോണ്ട പെണ്ണല്ല, സ്വർഗത്തുക പോണ്ട പെണ്ണാറ്. ഇന്നസാഅത് ഇലൈഹി, ഒരു പെണ്ണ് പുതിയ ഒരു പെഞ്ഞയെ മാപ്പലടൊട്ട കലാട്ടാക്കിട്ടിന്നെങ്കിൽ അവളു മാപ്പലട മുട്ട ഇപ്പറ പറണു. ആ മാപ്പലട മുട്ട വന്നിട്ട് മാപ്പലയുടെ കൈയുടെ മേൽ അവളുടെ കൈയുടെ ബൈക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, പിന്നെ ചൊല്ലണം എന്തിര കൊന്തുണ്ടാ ഉഫൂനൊക്കെ നിങ്ങ മാപ്പാക്കൊറു. നണ്ട കൊണ്ട് ചിലപ്പോ നിങ്ങളെ മനസ്സു നൊമ്പലായിട്ടിക്കൂ, ചിലപ്പോ നണ്ട കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ആയിട്ടിക്കൂ. ഇതാ നക്കൊന്നു മാപ്പാക്കൊറു. അല്ലെങ്കിൽ ഒന്നും തിന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാപ്പാക്കില്ല കണ്ടെങ്കിൽ ആ ഫുഡ് എന്തും തിന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചെല്ലുമ്പോൾ മാപ്പിളമാർ വേഗം മാപ്പാക്കി കൊടുക്കിടാറ്. കൊറിയ മാപ്പിളമാരുള്ളാറ് തിണ്ടില്ലെങ്കിൽ വലിയല്ലേ, നാ മാപ്പാക്കില്ല. അങ്ങനെ കൊറിയങ്ങുള്ളാറ് കൊറിയങ്ങ ചൊല്ലുണ്ടുണ്ട് സുബ്ഹാന ജല്ല ജലാലു. എന്തിനാണ്ടിങ്ങനെ മറിച്ചെങ്കു നാ മാപ്പാക്കില്ല. മറിച്ചെങ്കിൽ നീ അങ്ങനെ മറിച്ചു പോയില്ലേ, പിന്നെ മാപ്പാക്കട്ടെ എങ്ങനെ? ഹയാത്തിരിക്കുമ്പല്ലേ മാപ്പാക്കണേ അല്ലെ? കൊറിയങ്ങ ചൊല്ലില്ലേ മറിച്ചെങ്കിലും നാ മാപ്പാക്കില്ല. സുബ്ഹാന ജല്ല. എന്തിങ്ങനത്തൊരു പിടിവാശി, എന്തിങ്ങനത്തൊരു ഹട്ട, എന്തിങ്ങനത്തൊരു ചതി. നാലത്തെ ദുനിയാവുകി ഹട്ട വെച്ച് നടന്നെങ്കിൽ എന്തുകാവൂ? സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് പെഞ്ഞൈ വന്നിട്ട് മാപ്പിളയുടെ കൈ പിടിച്ചിട്ട് കൈയുടെ മേൽ കൈ വെച്ചിട്ട് ചൊല്ലണു ഒക്കെ നിങ്ങൾ മാപ്പാക്കറു. ഇല്ലെങ്കിൽ എന്തും തിന്നാലാണ്. അതായിട്ട് ഇക്കട് മാപ്പിളടൊട്ട പെഞ്ഞൈ വന്നിട്ട് മാപ്പ് കേക്കട സിസ്റ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി.
മാപ്പ് കേൾക്കും. റമദാൻ വന്നുകൊണ്ടുണ്ട്. ഇനി മാപ്പിളമാറും പെഞ്ഞയിലോട്ട് അപ്പുറം അതേപോലെ വേണു അല്ലേ? കാലി പെഞ്ഞൈമാർ മാത്രം മാപ്പിളമാരെ ഇങ്ങനെ ബഗ്ഗി നടക്കൊണ്ടുണ്ടാ? മാപ്പിളമാറും പെഞ്ഞൈമാറൊട്ട നല്ലതില് വേണു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്താവുമ്പോ ഉട എന്തെല്ല വസിയത്താക്കുകൊണ്ടു, എന്തെല്ല ചൊന്നുപോകുണ്ടു. വകാന ആഖിറു കലാമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്താവുമ്പോ ലാസ്റ്റ് ചൊന്ന പൽക്കയന്ത്രോ അല്ലാഹ അല്ലാഹ ഫിന്നിസാ. ഓ ആണിങ്ങളെ, നിങ്ങളെ പെഞ്ഞൈമാരെ വിഷയത്തിൽ അല്ലാഹുടെ പേടിക്കറൂ. നിങ്ങളെ പെഞ്ഞൈമാരെ വിഷയത്തിൽ അല്ലാഹുടെ നിങ്ങൾ പേടിക്കണു. നിങ്ങളെ പെഞ്ഞൈമാരെ മനസ്സ് നിങ്ങൾ നൊമ്പലാക്കു തീറാ. നിങ്ങളെ പെഞ്ഞൈമാരെ കണ്ണട തണ്ണീത്ത് പാട്ടു തീറാ. കാരണം നിങ്ങ അങ്ങനെ മങ്ങിലാവുമ്പോ അല്ലാഹുടൊട്ടിക ഒരു കറാറ് നിങ്ങാക്കിടാറ്. ആ കറാറ് വാക്ക് നിങ്ങ പാലനാക്കണു. അതെന്ത്ര കൊണ്ടുണ്ടാ? ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഉം ബിഇഹ്സാൻ. ഒന്ന്, നാൻ മങ്ങിലായിട്ട് നന്റെ പെഞ്ഞിയുടെ ചന്തത്തിൽ നാ നണ്ടൊട്ടിക നിപ്പാട്ടെ. നല്ല രൂപത്തിൽ അവളുടെ നണ്ടൊട്ടിക നിപ്പാട്ടുകാവില്ല കണ്ടെങ്കിൽ അവളുടെ ചന്തത്തിലേ നാ കടത്തിറ. എപ്പാ നോക്കെങ്കിലും അവളുടെ മനസ്സ് നൊമ്പലാക്കിയിട്ട് കണ്ണട തണ്ണീത്ത് പാട്ടിട്ട് നാൻ ഉണ്ടാവത്തൂല അവളുടെ ദൈപ്പാട്ടില്ല. ആ കറാറ് അത് പടച്ചറപ്പൊടൊട്ടിക ആക്കിയ കറാറല്ലേ? ആ കറാറാക്കിയിട്ട് മങ്ങിലായ നിങ്ങളെ പെഞ്ഞൈമാരെ വിഷയത്തിൽ അല്ലാഹുടെ നിങ്ങൾ സൂക്ഷിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്താവുമ്പോ ചൊന്നതത്. അപ്പൊ വൽ ആഫീന അനിന്നാസ്, മുത്തഖീങ്ങളെ രണ്ടാമത്തെ ഗുണ ലക്ഷണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. മൂന്നാമത്തത് മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കണം. അതിലൊരു മടി കൊതിയ ഒരു മനുഷ്യരുടെ മുപ്പത്തിരാക്കടകളുടെ ഒരു ചിന്ത ഞങ്ങളെ കൽബിൽ പറത്തീറ. ഇപ്പൊ ഇണ്ടത്തെ വലിയ വിഷയം എന്തുണ്ടാ? നിസ്കാരത്ത് ഒരു കൊറടിയില്ല അല്ലെ? എല്ലാ പള്ളിയിലും ജമാഅത്ത് ഫുൾ ആള്. സുബഹി അടക്കം എല്ലാ ജമാഅത്തും ആൾ. നോമ്പും പാവത്തെ പെൺമക്കളെ വാൽവാട്ടുറതാ ഭാര്യ ഉഷാർ, എല്ലാത്തിലും ഉഷാറുണ്ട്. അതേ ടൈമിലു നാ കാരണായിട്ട് പിന്നൊരുത്തര മനസ്സ് നൊമ്പലാവ തീറാ. ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾമാറുള്ള ഗസാലി ഇമാം ജന്തു ഒരു മഹാന്റെ ഔത്തുൽ എപ്പാ നോക്കിയെങ്കിലും എലിയുടെ ഉപദ്ര, എപ്പാ നോക്കിയെങ്കിലും എലിയുടെ ഉപദ്ര. എന്താ മഹാന്മാര് ചെന്നിട്ട് ആ മഹാന്മാരൗത്തുക്ക് എലി വണ്ടിലാണ്ടുണ്ടാ? അങ്ങനൊന്നുമില്ലല്ലേ? അപ്പൊ അതുകൊണ്ടിട്ട് എപ്പാ നോക്കി എലിയുടെ ഉപദ്ര. അപ്പൊ എലിയുടെ ഉപദ്ര എപ്പാ ഒരാൾ വഞ്ചൊന്നുമില്ല. നിങ്ങൾ ഔത്തുലി എലിയുടെ ഉപദ്ര ഇല്ലാണ്ടിക്കണെങ്കിൽ ഒരു തുറക്കണം. എന്താക്കണം? ഔത്തുലി എലിയുടെ ഉപദ്ര ഇല്ലാണ്ടിക്കണെങ്കിൽ എന്താക്കണം? ഇവിടെ കുന്താപ്പുറത്തും കാറ് കൊന്നില്ലേ? അതാ പൂച്ചര വളർത്തണം. നല്ല സുലഭത്തതേറും. എലിയുടെ ഉപദ്ര ഔത്തുൽ ഇല്ലാണ്ടിക്കണെങ്കിൽ പൂച്ചയുടെ വളർത്തണം. അപ്പൊ എന്താ അവിടെ ചെന്നെങ്കിൽ എല്ലാ ഇതും അപ്പറപ്പുറം. പിന്നെ എലി വിട്ടുകൊണ്ട്. അപ്പൊ ഈ മഹാൻ കേട്ടിട്ട് ഈ ഒരു സൂത്ര ചൊന്നു കൊടുത്ത ആളുടെ ഈ മഹാൻ കേട്ടിട്ട് ഒക്കെ നന്റെ ഔത്തുൽ നാ പൂച്ചയുടെ വളർത്തിയെങ്കിൽ നന്റെ ഔത്തുൽ ഇന്ന എലി എവിടെ പോണ്ടു? ഇതിവിടെ പോണല്ലേ? അതെവിടെ പോണ്ടു? ഒത്തു പോണ്ടു. അപ്പൊ അവന്റെ ഔത്തുൽ എലിയുടെ ഉപദ്ര വേണ്ടില്ലേ? നന്റെ ഔത്തുൽ എലിയുടെ ഉപദ്ര ഇഷ്ടപ്പെടാത്തതാണ്. അവന്റെ ഔത്തുലും എലിയുടെ ഉപദ്ര നാൻ ഇഷ്ടപ്പെടില്ല. നോക്കറൂ, അതല്ലേ ഖൽബു, അതല്ലേ വിശാലമായ ഖൽബു. ആ ഖൽബ് വേണു.